അല്ല ട്രിച്ചിക്ക് ഒരുപാട് ബസ്സുള്ള ഈ സമയത്ത് എന്തിനാ ഈ ലാറിയിൽ വരുന്നത്? ബസ് നമ്മൾ പറയുന്ന സ്ഥലത്തൊന്നും നിർത്തില്ല. എല്ലാം ഒരു കാരണമുണ്ട്. അതിരിക്കട്ടെ, 2 സ്മോൾ അടിച്ചോട്ടെ. സ്മോളോ? വേണമെങ്കിൽ ചേട്ടനൊരു കട്ടിങ് തരാം. എന്നാ ഓക്കെ ഓക്കെ മോനെ. നമുക്ക് ഈ ചെറുതൊന്നും അങ്ങനെ ശരിയാവില്ല. ചുരുങ്ങിയതൊരു ക്വാർട്ടറെങ്കിലും വേണം. ശരി ചേട്ടാ, ഗ്ലാസ് എന്തെങ്കിലും ഉണ്ടോ അവിടെ? അവിടെ നോക്ക്, എല്ലാ സാധനങ്ങളും അവിടെ ഉണ്ടാവും. അതിൻ്റെ പിന്നിൽ അച്ചാറുണ്ടാവും, വെളുത്തുള്ളി അച്ചാർ. അത് എടുത്തോ, നല്ല കോമ്പിനേഷനാ. അനിയ ഒഴുക്കും ഒട്ടും കുറയ്ക്കണ്ട. കഴിച്ചിട്ട് 2-3 ദിവസമായി. ചേട്ടാ ഇത് പിടിക്കേ, കണ്ട അടിക്കാണ്ട്. അങ്ങനെ തിരക്കൂടില്ലടാ, വണ്ടി ഓടിച്ചോണ്ടിരിക്കല്ലേ. വെള്ളമൊക്കെ വെച്ചിട്ടുണ്ടല്ലോ അല്ലേ? കുടിക്കേ. ആ, ഈ റൂട്ടിൽ എത്ര വർഷമായിട്ടാ വണ്ടി ഓടിച്ചോണ്ടിരിക്കണേ? ഏകദേശം ഒരു 6 വർഷത്തോളായിട്ടുണ്ടാവും. എന്താ ചോദിച്ചേ? എല്ലാം ഒരു കാരണമുണ്ട്. എല്ലാത്തിനും നിനക്കൊരു ഉത്തരവുണ്ടല്ലോ. ശരി, ഇതാ അവിടെ ടോർച്ച് ലൈറ്റിന്റെ വെളിച്ചം കാണുന്നില്ലേ? അവിടെ മെല്ലെ വണ്ടി ഒന്ന് സ്ലോ ആയിക്കോ. ഓ അത് ശരി, അപ്പൊ അതായിരുന്നു ആവശ്യല്ലേ? ചേട്ടനല്ലേ കാരണം ചോദിച്ചേ? എല്ലാം ഈ കാരണം തന്നെ. ഇതിനു വേണ്ടിയാണ് ഹൈവേയില് ലോറിയിൽ വരുന്നത്. ഇപ്പൊ മനസ്സിലായി. ഇതാ കണ്ടില്ലേ, മുഖത്തേക്ക് ടോർച്ച് അടിച്ചുകൊണ്ട് റൈറ്റ് പറയുന്നത് കണ്ടില്ലേ? 2 പേരിൽ കാണിച്ച് 200 രൂപ എന്നാ പറയുന്നത്. അതൊക്കെ ഓക്കെയാണ്. ചേട്ടൻ വണ്ടി നിർത്ത്. ഓ ഇവന്റെ ഒക്കെ ഒരു കാര്യം. അത് ശരി, ചേട്ടൻ വരുന്നില്ലേ? അനിയാ, ഇതൊക്കെ നീ പറഞ്ഞിട്ട് വേണോ? ഞാൻ സ്ഥിരം വണ്ടി നിർത്തുന്ന സ്ഥലമല്ലേ ഇത്. നമുക്ക് ഈ ആദ്യത്തൊന്നും ശരിയാവില്ല. ആ 3ാമത് നിൽക്കുന്ന ആളെ കണ്ടോ? അതാണ് നമ്മുടെ സ്ഥിരം പാർട്ടി. അത് ഭയങ്കര ഡിമ്മാണല്ലോ. മൊത്തത്തിൽ കൊള്ളാം. ഒന്നും കൂടെ ഒന്ന് നോക്കാം. പോയാലോ? ഞാൻ നിന്നെ എവിടെ കണ്ടിട്ടുണ്ടല്ലോ ഇതിനു മുമ്പ്. ഒരു പെണ്ണിനെ നന്നായിട്ട് അനുഭവിച്ചാണ് അറിയേണ്ടത്, അല്ലാതെ അന്വേഷണം നടത്താൻ പാടില്ല. തത്വം പറച്ചിലൊന്നും ഒരു കുറവുമില്ല. ഒന്ന് പോന്നേ, കുറെ പ്രാവശ്യം ഈ അഴക് കണ്ടതല്ലേ, പിന്നെന്താ ഇതൊക്കെ എത്ര കണ്ടാലങ്ങ് മതിയാവോ? അല്ല, തന്റെ പേരെന്തെന്നാ പറഞ്ഞ? പുലി. പുളിയെന്നോ? കുരുകളഞ്ഞ പുളിയാണോ അല്ലെങ്കിൽ കുരുള്ള പുളിയാണോ? തമാശ. പുലിപ്പാണ്ടി. പുലിപ്പാണ്ടി. എങ്ങനെയാ പുലി പായുന്നേന്ന് നമുക്ക് നോക്കാം. ഏയ്, എന്താ വന്നുടനെ കിടക്കണ്? ഇതിനൊക്കെ ഒരു മൂഡ് വരണ്ടേ? പിന്നെ താൻ തരുന്ന ഈ 200 രൂപയ്ക്ക് ഞാനിനി തന്നെ മൂടും ചൂടും ആക്കാം. തനിക്ക് മൂടാവണമെന്നുണ്ടെങ്കിൽ തന്റെ ഭാര്യനെ വിളിച്ചിട്ട് വല്ല ഊട്ടിക്കോ കൊടൈക്കനാലിലോ പോയി റൂം എടുത്തിട്ട് മൂടാക്കാൻ നോക്ക്. സമയമായി, എനിക്ക് വേറെ പാർട്ടി അറ്റൻഡ് ചെയ്യാനുള്ളതാ. ഇത്രയും തിരക്ക് പിടിക്കണം, പെട്ടെന്ന് പറഞ്ഞയക്കോ. നിക്കടോ. ഏയ്, നീയല്ലേ ചോദിച്ചേ പുലി എങ്ങനെ പായണേന്ന്? അതുകൊണ്ട് ചക്കക്കൂട്ടാൻ കണ്ട ഗ്രഹണ പിള്ളേരെ പോലെയാണോ? എന്നാ ഇത് വെച്ചോ, ഒരു സേഫ്റ്റിക്ക്. ഇതെന്തോന്ന് ഒരെണ്ണം മാത്രം? 2 എണ്ണം കൊണ്ടാ? സ്റ്റീൽ ബോഡി അല്ലേ? ഡോ, ഇത് കപ്പലണ്ടി മുട്ടായി അല്ല, കോണ്ടമാണ്. ശരി ശരി, ഒന്നങ്ങോട്ട് തിരിഞ്ഞിരുന്നോ. ഈ കോണ്ട എന്താ സർക്കാർ ഹോസ്പിറ്റലിൽ നിന്നാണോ വാങ്ങിച്ചേ? മര്യാദക്ക് ഇടട്ടോ. എന്നാ പിന്നെ നീ തന്നെ വന്ന് ഇട്ടോ, പഠിപ്പിക്കാൻ വരുന്നവള്. ഡോ, നഖം കൊണ്ട് മാന്തല്ലേ. നല്ലപോലെ കെട്ടിപ്പിടിക്കേ. എന്നാ 500 രൂപ തരാൻ പറ്റുമോ? നീ ആദ്യം കമ്പനി താക്ക തരാൻ ഞാൻ. ചേച്ചി, എനിക്കൊരു പെഗ് വേണം. ചേച്ചി പുകഞ്ഞിട്ട് പാടില്ല, എനിക്കെന്താ? എന്താടി? ഒന്നും പറയണ്ട. മാന്തി വിട്ടോ? നീർന്നല്ലോ, കൈ പിടിച്ച് മാന്തി വെച്ചിരിക്കോ. ഇനിയൊരു ഗ്ലാസ് എന്താ? ഇതിനേലും ഭേദം ബോംബെ റെഡ് ലൈറ്റാ. ബ്ലൗസും വലിച്ചു കീറി. ആ വെറു പിടിച്ചവൻ അമുക്ക് എന്റെ കൈയും പോയി. എന്റെ ഈശ്വര, എന്തു പറയാനാ. എടി തന്നെ, അവിടെ എന്താ ശബ്ദം? വന്ന പണി വിട്ടിട്ട് അവൻ എന്നെ കടിക്കുന്നു. എന്ത് പാട്ട് പാടിക്കൊണ്ടിരിക്കുന്നേ? ഉറക്കം വരുന്നുണ്ടോ? എനിക്ക് ഉറങ്ങാൻ വേണ്ടിയല്ല ഞാൻ പാടിയത്, നീ ഉറങ്ങാതിരിക്കാനാ ഞാൻ പാടിയത്. അല്ല, ഇവിടെ എത്രയോ പെണ്ണുങ്ങളില്ലേ, എന്തിനാ എന്റെ അടുത്ത് തന്നെ വരുന്നേ? അത് എന്താ കാര്യം എനിക്കറിയില്ല. നിന്നെ കണ്ടാ പിന്നെ അങ്ങനെയാ. എന്താ പായും തലേണൊക്കെ ആയിട്ട് നല്ല സെറ്റപ്പിലാണല്ലോ. ഇതൊക്കെ നിനക്ക് വേണ്ടിയല്ലേ? അല്ല,
ഇങ്ങനെ കഥയും പറഞ്ഞിരുന്നാ മതിയോ? പറഞ്ഞ പോലെ അത് ശരിയാണല്ലോ. ഇപ്പോൾ ശരീരങ്ങളല്ലേ സംസാരിക്കേണ്ടത്. എന്നാ പിന്നെ കാര്യങ്ങൾ അങ്ങനെ അങ്ങോട്ട് നടക്കട്ടെ അല്ലേ? കവിത മലയാളത്തിന് 100-100, ഇംഗ്ലീഷിൽ 100-100, കണക്കിൽ 100-100, സയൻസിൽ 100-100, ഹിസ്റ്ററിക്ക് 100-100, 500-500. വെരി ഗുഡ്, കൺഗ്രാറ്റുലേഷൻസ്. നീ നന്നായി വരുമോ? 200 രൂപയും കൂടി ഇട്ട് തരാൻ പാടില്ലേ? നന്നായിട്ടല്ലേ ഞാൻ കമ്പനി തരുന്നത്. എല്ലാ പൊസിഷനും ഓക്കെ അല്ലേ? പിന്നെ 500 തന്നാലെന്താ? അസുഖം ഭേദമായി അച്ഛാ? ഇപ്പൊ കുറച്ച് ഭേദമുണ്ട്. അമ്മേ, ദാ വരുന്നു കവിതേ. അമ്മേ. എന്നമ്മ എല്ലാം ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. നോക്കിയും കണ്ട് ചെലവ് ചെയ്യണേ. ശരി. ഇന്നത്തെ കളക്ഷൻ കുഴപ്പമില്ലായിരുന്നു. അയ്യോ, എന്താ മോളെ ഇത്? എന്താ ഇങ്ങനെ മാന്തി പറിച്ചിരിക്കുന്നേ? അമ്മ എന്താ ഇങ്ങനെ ചോദിക്കുന്നത്? വരുന്നവന്മാരൊക്കെ മനുഷ്യനാണെങ്കിൽ കുഴപ്പമില്ല, എല്ലാവന്മാർക്കും മൃഗത്തിന്റെ സ്വഭാവമാണല്ലോ. അയ്യോ എന്റെ മോളെ. കുറച്ച് മരുന്നിട്ടതോ അമ്മ? ശരി മോളെ. എന്നാ ഈ പൈസ വെച്ചോ, എന്നിട്ട് അച്ഛനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് മരുന്ന് വാങ്ങിച്ചു കൊടുക്കും. ശരി മോളെ, ഞാൻ നിനക്ക് പെരട്ട മരുന്ന് കൊണ്ടുവരാം. എടോ, എന്റെ മരുമകന്റെ അടുത്ത് ഒന്നും പറയാൻ പറ്റൂല. അവൻ ചൂടുവെള്ളം കാലി വീഴുന്നത് പോലെ തുള്ളിച്ചാടിക്കൊണ്ടിരിക്കും. മനസ്സിലായത് എനിക്ക്? സൂക്ഷിച്ച് മര്യാദക്ക് പോകാൻ നോക്ക്. പോയിട്ട് ഉടനെ ഫോൺ ചെയ്യണം. ഒന്ന് പോന്നേ. എടാ സൂക്ഷിച്ചു കൊണ്ടോ. ആ ചേട്ടാ, ഞാൻ ലോഡ് കയറ്റിയിട്ട് സേലം വഴി അങ്ങ് കോയമ്പത്തൂർക്ക് പോവാ. അത് വഴി കുറച്ച് easy ആയിരിക്കും. നീ എന്റെ അടുത്ത് പറയുന്ന കളി എന്റെ മരുമന്റെ അടുത്തൊന്ന് പറയൂ. എടാ അങ്ങോട്ട് ഇനി ഇടോ. അവിടെയും പറയാം. ആ പിന്നല്ലത്. ചേട്ടാ 5 ചാക്ക്. ആ 3 ലോഡിന്റെ ബില്ലടിച്ചില്ലേ? ഇപ്പൊ തന്നെ ഇട്ടേക്കാം. ആ പെട്ടെന്ന് ചെയ്യേ. ഓ, അപ്പോഴേക്കും തുടങ്ങിയോ ഇതിന്റെ ഡൈനിങ് ഐറ്റംസ്? എന്താ അത്? എപ്പം നോക്കിയാലും പൊതിയും കെട്ടി വെച്ചേക്കും. നിനക്ക് നിർത്താറായില്ലേ? ആ ചേട്ടാ, നിങ്ങളുടെ മരുമോൻ എത്രയും പെട്ടെന്ന് പെണ്ണ് കെട്ടിച്ചു കൊടുക്ക്. ഇത് എപ്പോഴും ഇങ്ങനെ പൊതി ഭക്ഷണം കഴിച്ചാൽ എങ്ങനെയാ? മോനെ, എൻ്റെ പരിചയത്തിൽ നല്ല പഠിപ്പുള്ള സുന്ദരിയായൊരു പെങ്കൊച്ചുണ്ട്. ഒന്ന് ആലോചിക്കട്ടെ. ശരി ശരി, ഇതൊക്കെ ആരോട് പറയാനാ? ഒന്നും പറ്റില്ല, നീ ഒന്ന് പ്രേമിച്ചെങ്കിൽ കല്യാണം കഴിക്കടാ. പ്രായം ഇങ്ങനെ കൂടി കൂടി പോവല്ലേ? നോക്ക് വേണ്ടി നീ കാണുന്ന ഹോട്ടലിലെല്ലാം കയറി കാപ്പ് കുടിക്കുന്നവനാ. എന്നാ എന്റെ മരുമോനോ ഇഷ്ടപ്പെട്ടാലും വെച്ചതാ മാത്രമേ കഴിക്കുള്ളൂ. അതാ എന്തിനാന്ന് ചോദിച്ചേ. ചേട്ടാ, ഈ പ്രായത്തിലല്ല ഇഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ കഴിക്കേണ്ടത്. ഞാനത് വാരി കൊടുത്താ ബേന്ന് ഛർദിക്കും. അതെ ബാല, വറുത്ത മീനും പൊരിച്ച കോഴിയും വെച്ചിട്ടുണ്ട്. വൈകുന്നേരം വീട്ടിലേക്കൊന്ന് ഇറങ്ങുന്നോ? നിങ്ങളുടെ ജോലി എന്താ വെച്ചാൽ അത് ചെയ്യേ. ജോലി നോക്കാനല്ലേ വിളിക്കുന്നേ? എന്റെ പൊന്നു പെങ്ങളെ, അവന് ഫ്രഷ് ആയി കൊടുത്താൽ പോലും കഴിക്കില്ല. പിന്നെയല്ലേ നിന്റെ കെട്ടിയോൻ തിന്നെ ബാക്കി തിന്നാൻ വരുന്നത്. നീ ചെല്ല് ചെല്ല് ചെല്ല്. വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കല്ലേ. ലോഡൊക്കെ കയറ്റില്ലേ? എന്നാ പോവാൻ നോക്കിയേ. ബാല, വണ്ടിക്ക് ലോഡ് കറക്റ്റ് ആയിട്ടിരിക്കുന്ന പോലെ നിനക്ക് ഇതുവരെ ലോഡ് അങ്ങോട്ട് ശരിയാവുന്നില്ല. ചേട്ടാ, പോയിട്ട് വരാം. ബാല, ഞാൻ ആ കാശിക്കട വരെ ഒന്ന് പോയിട്ട് വരാം. ഞാൻ വേറെ സ്ഥലത്തേക്കാണ് പോകണമെന്ന് നീ തെറ്റിദ്ധരിക്കണ്ട. അതുകൊണ്ടാണ് പറഞ്ഞിട്ട് പോണേ. ആ നിക്ക്, ഞാൻ ആ വഴിക്ക് തന്നെ പോന്ന്. ഞാനും കൂടെ വരാം. എനിക്ക് ബാങ്കിലേക്ക് ഒന്ന് പോകണം. ചിറ്റപ്പൻ ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് ഒരു ലോറി മേടിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താ നിന്റെ അഭിപ്രായം? ലോണൊക്കെ എടുത്ത് ചെയ്യുന്നത് വളരെ റിസ്ക് ആണ്. എന്താണെങ്കിലും ഒന്ന് ആലോചിച്ച് ചെയ്തോ. എന്തുപറ്റി? ലോറിയെ കുറിച്ച് പറഞ്ഞപ്പോഴേക്കും വണ്ടി പഞ്ചറായി. ആഹാ, ടയർ പഞ്ചറായല്ലോ. അത് തന്നെ ഞാനും പറഞ്ഞു. ഇത് പറഞ്ഞു തന്നെ വീണ്ടും പറയപ്പേണ്ട കാര്യമുണ്ടോ? എനിക്ക് വേറെ സമയം. എനിക്ക് പെട്ടെന്ന് അവിടെ എത്തണം. അല്ല, പഞ്ചറയ്ക്കാനുള്ള കാശുണ്ടോ? കാശില്ലെങ്കിൽ ഉരുട്ടിട്ട് പോ. എടാ ഞാൻ പറയട്ടെ. നമുക്ക് പഞ്ചറടയ്ക്കാനുള്ള കാശ് തരാൻ പറ്റില്ലല്ലേ? ഞാനൊരു ലോറി മേടിച്ച് കാണിച്ചു തരാൻ തന്നെ. ഒന്ന് വേഗം കേറി. കേറുന്നതിന് മുമ്പ് അവന്മാരെ എടുക്കും. വേഗം ആ പോടെ ഓ, ഭാഗ്യം തന്നെ. ഇരിക്കാൻ നമുക്ക് സീറ്റ് കിട്ടിയല്ലേ? ടിക്കറ്റ്. ആ എവിടെയാ? നോക്കി 4 കീറിക്കളയല്ലേ കേട്ടോ. ആ എന്നാ
ടിക്കറ്റ് ടിക്കറ്റ് ഗാന്ധിനഗർ. ഇതാ ഇതാ. ഇത് കണ്ടില്ലേ ആ കൊച്ചിനെ അവൻ എന്തൊക്കെയാ കാണിക്കുന്നതെന്ന്? വൃത്തിയിട്ടവന്മാര് വെറുതെ നിൽക്കുന്നുണ്ടോ നോക്ക്. എന്നെ ഇങ്ങനെ തന്നെ അവനൊക്കെ ചെയ്തത്. നല്ലോണം കൊടുക്കണം അവനൊക്കെ. എന്താ ഇങ്ങനെയൊക്കെ കാണിക്കുന്നവൻ? പെമ്പിള്ളേർ പിന്നെ എങ്ങനെ യാത്ര ചെയ്യും ഇങ്ങനെയൊക്കെ കാണിച്ചാൽ? നീ മുമ്പോട്ട് മാറി നിൽക്ക്. അടുത്ത സ്റ്റോപ്പിൽ ഞാൻ ഇറങ്ങും. അതുവരെ എത്രയും അമർത്താൻ പറ്റുമോ അമർത്തിക്കും. ആള് ഉഷാറാണല്ലോ. ഹലോ, അവനെ ഡീസൻ്റ് ആയിട്ട് തന്നെ ഹാൻഡിൽ ചെയ്തു. എനിക്ക് നിങ്ങൾ ഒരുപാട് ഇഷ്ടമായി.